ഹായ്. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ കൺസെപ്റ്റാണ്. ചെറിയ കൺസെപ്റ്റ് ചിലപ്പോൾ വലിയ ഇമ്പാക്റ്റ് വരുത്തുന്ന ഒരു ചെറിയ കൺസെപ്റ്റാണ്. ബേസിക്കലി നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. ഞാൻ ഫോളോ ചെയ്യുന്നൊരു തോട്ടാണ്. ഞാനെപ്പോഴും എൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഞാൻ ഐ ആം ഇംപ്രൂവിങ്. ഇംപ്രൂവിങ്. ഞാൻ എൻ്റെ സ്റ്റെപ്പ് എപ്പോഴും ഇംപ്രൂവിങ് എന്നിട്ട് ഓരോ ടൈമിന് ശേഷം ഞാൻ ഈ ഇംപ്രൂവിങ്ങിൽ ഒരു ചെറുതായ ഒരു സ്പേസ് യൂസ് ചെയ്യും. അതായത് ആ ഐയും എമ്മും കഴിഞ്ഞ ഒരു സ്പേസ് ഇടും. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മാറാണ്. ഐ ആം പ്രൂവിങ്. എല്ലാ വ്യക്തികളും പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ ഡയറക്റ്റായി ശ്രമിക്കുകയാണ്. ഞാൻ ആ പ്രോസസ്സിലല്ല ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. അതായത് ഇംപ്രൂവിങ്. അപ്പോൾ 100 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിൽ 99 സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്യണത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. 100ാമത്തെ സ്റ്റെപ്പിലായിരിക്കും എൻ്റെ സ്പേസ് ഇടുക. ഐ ആം പ്രൂവിങ് എന്ന ലെവലിലേക്ക് ഞാൻ കൊണ്ടുവരും. ഐ എം പ്രൂവിങ് ഹു ഐ ആം. അപ്പോൾ ഇത് എങ്ങനെയാണ് എൻ്റെ ഒരു വേ ഓഫ് ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി കൈൻഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം 1 കോടി എത്രയുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ജെൻഡർ ആയിരിക്കാം. നിങ്ങൾ ഭയങ്കര മോശമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിൽ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇട്ടോളൂ. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ആൻഡ് നിങ്ങളൊരു എക്സാം എഴുതാൻ പോകണമെന്ന് വയ്ക്കാം. ഒരു എക്സാം എഴുതാൻ പോവാണ്. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ അതിനൊരു ആൻസർ കൊടുക്കുകയാണ്. നിങ്ങളൊരു ആൻസർ കൊടുക്കാൻ വേണം. ഈ ആൻസർ വിലയിരുത്താൻ പോണ വ്യക്തിക്ക് ഒരിക്കലും അറിയില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, നിങ്ങൾ ഏത് ലൈഫ് സിറ്റുവേഷനിലാണ്, നിങ്ങൾ റിച്ച് ആണോ പൂറാണോ, നിങ്ങൾ ഏത് ജെൻഡറാണ്, ഇങ്ങനെ യാതൊരു കാര്യവും ആ വ്യക്തിക്ക് അറിയില്ല. ആ വ്യക്തി നോക്കണ നിങ്ങളിവിടെ എന്ത് എഴുതി എന്നത് മാത്രമാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് നിങ്ങൾ എന്താ ആൻസർ കൊടുത്തു, അവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് വീഴുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളിവിടെ എന്ത് എഴുതി എന്നതിന്റെ ബേസിൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുക. അതായത് ഇവൻ 1 കോടി ബാങ്ക് ബാലൻസ് ഉള്ളവനാണ്, ഇവൻ 16 മാർക്ക് കൊടുക്കാന്നല്ലല്ലോ അവർ പറയാ. വാട്ട് യു റിട്ടൺ ഹിയർ, ഇതിനാണ് നിങ്ങളുടെ പ്രൈസ്. ഇതാണ് നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ സെയിം സിറ്റുവേഷൻ വരെ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വൺ സിറ്റുവേഷൻ ഈസ് കമ്മിങ്. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ആക്ഷൻ എന്താണോ, ഈ ആക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുക. വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻ യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇപ്പൊ ധോണി മികച്ചതാകാൻ കാരണം എന്താ? അതായത് 6 ബോളിൽ 20 റൺ വന്നതിനെ ധോണി ഫിനിഷ് ചെയ്യണം. 20 റൺ ധോണി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ധോണിക്ക് ഇതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ആക്ഷൻ, അതാണ് നിങ്ങളുടെ ലെവൽ ഡിസൈഡ് ചെയ്യാന്നല്ലാതെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ, നമ്മുടെ റിച്ചസ്റ്റ് ആണോ, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ്, നിങ്ങൾ ഏത് ജെൻഡർ ആണ്, നിങ്ങൾ ഏത് ഫാമിലി സിറ്റുവേഷൻ ആണ്, ഇതൊന്നും അല്ല ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതെല്ലാം ഇൻഡയറക്ട്ലി കുറച്ച് ഇൻഫ്ലുവൻസ്, അതായത് നിങ്ങളുടെ ആക്ഷൻ എന്ത് വരണം എന്നുള്ളതിന് ഇൻഡയറക്ട്ലി കുറച്ച് ഇൻഫ്ലുവൻസ് വരും. ഇപ്പൊ നിങ്ങളുടെ നിറയെ സപ്പോർട്ടുള്ള വ്യക്തിയാണെങ്കിൽ മേ ബി ലൈറ്റർ ഇൻഫ്ലുവൻസ് മാത്രം, അതായത് ഈ പർട്ടിക്കുലർ വരുന്ന ആക്ഷൻ അത് ഇൻഫ്ലുവൻസ് ആകാന്നല്ലാതെ ഈ വരുന്ന മാർക്കിന് അത് ഇൻഫ്ലുവൻസ് ആയില്ല. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നതിന്റെ ബേസിലേക്ക് നിങ്ങളുടെ ലൈഫ് സംഭവിക്കാൻ പോവുക, നിങ്ങളുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ പോവുക. അപ്പൊ ഈ ആക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതിയില്ലേ? അപ്പൊ നമ്മുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ എവിടെ നിന്നാലും എവിടെ വേണമെങ്കിൽ എത്തും. ഈ ആക്ഷൻ കറക്റ്റ് ചെയ്യാൻ അതത്ര ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? അതത്ര ഈസി അല്ല. ഒരു വ്യക്തിയുടെ ആക്ഷന് പിന്നാലെ ഒരു തോട്ട് ഉണ്ടാവും. ഒരു വ്യക്തിയുടെ തോട്ടാണ് പിന്നീട് ഒരുപാട് തോട്ടുള്ള വ്യക്തികൾ, ഒരു മനുഷ്യന് ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. ആ തോട്ടിനെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആക്ഷൻ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മിക്കവാറും തോട്ട്സ് ആയിരിക്കും. നമ്മളെപ്പോഴും സംസാരിക്കുന്ന തോട്ട്സ് ആണ്. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും തോട്ട്സ് ആണ് സംസാരിക്കുന്നത്. ഇതിൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എത്രത്തോളം കാര്യങ്ങൾ എനിക്ക് ആക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല. മെജോറിറ്റി കാര്യങ്ങൾ എനിക്ക് കൺവേർട്ട്, ഇപ്പൊ എനിക്ക് 100 തോട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ആക്ഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തോട്ട്സ് ചിലപ്പോൾ 10 ഉണ്ടാവും. 90ലും എനിക്ക് ആക്ഷന്റെ അവിടെ വരുന്ന സമയത്ത് ഫെയിലിയർ സംഭവിക്കും. അപ്പോൾ തോട്ടിൽ നിന്നാണ് ആക്ഷൻ ഉണ്ടാകുന്നത്. തോട്ട് എങ്ങനെ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് സിറ്റുവേഷൻ. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യാം, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ തോട്ട്, നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് ചുറ്റുള്ള പീപ്പിൾസ്, നമ്മൾ ലീവ് ചെയ്യണ എൻവയോൺമെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് തോട്ട് ഡിസൈഡ് ചെയ്യുക. എഡ്യൂക്കേഷൻസ്, അങ്ങനെ നമ്മൾ എന്തൊക്കെ അറിവ് നേടുന്നു, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ തോട്ട്. അതിപ്പോൾ ഒരു ബുക്ക് ഒരു വ്യക്തിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒരു രീതിയിലായിരിക്കില്ല മറ്റൊരു വ്യക്തി ഇന്റർപ്രറ്റ് ചെയ്യേണ്ട. അപ്പൊ എന്തായി, ആ വ്യക്തിയുടെ തോട്ട് വന്നത് ഒരു രീതിയിൽ, ഒരേ ബുക്കിന് 2 വ്യക്തി 2 തോട്ടാണ് ഉള്ളത്. അപ്പൊ ആ വ്യക്തിയുടെ ഇന്റർപ്രറ്റിംഗ് എബിലിറ്റി,
ഒബ്സർവ് ചെയ്യുന്ന എബിലിറ്റി, ഇതെല്ലാം ഒരു തോട്ട് ഡിസൈഡ് ചെയ്യും. ഈ തോട്ടിന്റെ ബേസിലായിരിക്കും അയാളുടെ ആക്ഷൻ ഡിസൈഡ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മുടെ ആക്ഷൻ നമ്മൾക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ നമ്മുടെ തോട്ട് കറക്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കണം. ഓക്കെ, നമ്മുടെ തോട്ട് കറക്റ്റ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നന്നായി വർക്ക് ചെയ്യണം. അതായത് ഈ ഏരിയയിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സംഭവിക്കുന്ന ഇതിന്റെ ബേസിലായിരിക്കും, ഇത് സംഭവിക്കുന്ന ഇതിന്റെ ബേസിലായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് എല്ലാ വ്യക്തികളും ആക്ഷൻ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇതിപ്പോ ഇത് രണ്ടിനും പണിയെടുക്കാതെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ എങ്ങനെ മാറ്റാം എന്നതിലൊക്കെ ചിന്തിക്കാം. പക്ഷെ അത് നടക്കണ പരിപാടിയല്ല, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയാണ്. നമ്മുടെ ആക്ഷനെ നമ്മൾ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തോട്ടിനെ ബെറ്റർ ആക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ തോട്ട് നമ്മൾ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പല സിറ്റുവേഷനിലും നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് നമ്മൾ തോട്ടിലേക്ക് എത്തിയാൽ പോലും നമുക്ക് ആക്ഷനിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ, ഒരു തോട്ട് ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി അല്ല. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും തോട്ടിനെ. ആ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോഴും ആക്ഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആക്ഷനിൽ ഫെയിലിയർ വരും. തോട്ട് നമ്മൾ അച്ചീവ് ചെയ്താലും ആക്ഷനിൽ ഫെയിലിയർ ആവും. എനിക്ക് മെജോറിറ്റി സിറ്റുവേഷൻ അത് സംഭവിക്കാറുണ്ട്. ഐ അച്ചീവ് തോട്ട്സ് ബട്ട് ഐ അൺവേബിൾ ടു കൺവേർട്ട് ഇൻ ടു ആക്ഷൻ. അപ്പോൾ തോട്ട് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയില്ലേ, നമ്മൾ തോട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആക്ഷനിലേക്ക് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആക്ഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ തോട്ടിനെ ഇൻഫ്ലുവൻസ്, അതായത് ഒരു തോട്ട് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിന്റെ ഇടയിൽ എന്ത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെ സംഭവിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പൊ 100 തോട്ട്സ് ഉണ്ടായിരുന്നതിൽ നമുക്ക് 10 തോട്ട്സ് മാത്രമേ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടി വരും. ആ ഇൻഫ്ലുവൻസ് ചെയ്യണത് ഈ 90 കാര്യങ്ങൾ ഇൻഫ്ലുവൻസിൽ പെട്ട് പോകണം. പക്ഷെ ചിലപ്പോൾ പ്രഷർ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചലഞ്ചസ് കൊണ്ട്, റിസ്ക് കൊണ്ട്, പേടി കൊണ്ട്, ഫിയർ കൊണ്ട്, കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ തോട്ട്സിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ പ്രഷർ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, കോൺഫിഡൻ്റ് ആയി നിന്ന് പഠിക്കണം, സംസാരിച്ച് പഠിക്കണം. ഓക്കെ, നന്നായി എഴുതാൻ പഠിക്കണം, നല്ലോണം എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. പല കാര്യങ്ങളും അങ്ങനെ. കാരണം നമ്മുടെ ഈ തോട്ട് റെഡിയാണ്, പക്ഷെ നമുക്ക് ആക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും. ഇവിടേക്ക് ഈ തോട്ട് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം പണിയെടുക്കണം. ഓക്കെ, നല്ല മുട്ടം പണിയെടുക്കണം. ഓക്കെ, ഇത് നമുക്ക് ആവശ്യത്തിനുള്ള അറിവ് നമ്മൾ നേടണം, പ്രോപ്പറായി ജഡ്ജ് ചെയ്യാൻ പഠിക്കണം, പ്രോപ്പറായി ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിക്കണം, പ്രോപ്പറായി ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നന്നായി പണിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ തോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന്റെ ചിന്താഗതികൾ മാറ്റുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഒരു തോട്ടിൽ കയറുകയാണ്. ആ വ്യക്തി ഏകദേശം അയാൾ ജീവിക്കുന്ന വരെ അതേ തോട്ടിൽ ജീവിച്ചു പോകും. കാരണം ആ വ്യക്തിക്ക് ആ തോട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ തോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ചിന്ത മാറ്റുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഒരു കാലത്തും പറ്റില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു വ്യക്തി ഒരു തോട്ടിൽ ചെയ്യുന്നതിന് അവസാനം വരെ അതേ തോട്ട് തന്നെ അയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പക്ഷെ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ തോട്ടിൽ എഡിറ്റ് ചെയ്യുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. അതിന് ഇവിടെ നല്ലോണം പണിയെടുക്കണം. അതായത് നമ്മൾ നല്ല അറിവ് നേടണം, നല്ല എക്സ്പീരിയൻസുകൾ നേടണം, പ്രോപ്പറായി ജഡ്ജ് ചെയ്യാൻ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആക്ഷൻ തോട്ട് മാറാം. പിന്നെ തോട്ട് മാറി ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ്. ഓക്കെ, പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ആക്ഷൻ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഞാൻ എല്ലാം പഠിച്ചു വെച്ചിട്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്രഷറിൽ നമ്മൾ ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷൻ വന്നില്ല, തോട്ട്സ്. നമ്മൾ നന്നായി എക്സാം പഠിക്കുക. ഇപ്പോൾ ഒരു എക്സാമിന് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി പഠിച്ചു. ആ ദിവസത്തെ പ്രഷർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആക്ഷൻ മറ്റേ ആൻസർ ഷീറ്റിൽ ആൻസർ വരുമോ? ഇല്ല. ഓക്കെ, നല്ല ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിച്ചു, പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. പറ്റുമോ? ഇല്ല. ആക്ഷനാണ് നമുക്ക് എപ്പോഴും വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിറ്റുവേഷനിലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷേ ഈ ആക്ഷൻ മാറ്റുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. അതിന്റെ തോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, തോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ബേസിക്കലി ഫോളോ ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യണ പല കാര്യങ്ങളും എങ്ങനെയാണ്, അതിപ്പോ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങിയ ഒരു 5 വർഷത്തിന് ശേഷം എനിക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന പോലെ ആവണം എന്ന രീതിയിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും വർഷം നമ്മൾ അതിൽ വർക്ക് ചെയ്യണ്ടാവും. ഓക്കെ, ഇത്രയും വർഷം ആ കാര്യം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തേണ്ടേ, അതായത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ, ഇവിടെ മാറ്റം വരുമ്പോൾ മാത്രമേ ഇവിടെ മാറ്റം വരുള്ളൂ. ഓക്കെ, ഞാൻ ഏകദേശം എൻ്റെ 20 വയസ്സ് വരെ പഠിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ആളല്ല. കാരണം പഠിക്കുന്ന ഒരു ഫൺ ബേസിൽ അല്ലെങ്കിൽ വെറുതെ വേറെ ഒന്നും ചെയ്യാൻ ഞാൻ ഒന്നാമത് വേറെ കാര്യങ്ങളിലൊന്നും ബെറ്റർ അല്ലാത്തതുകൊണ്ട് പഠിക്കാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം പഠിക്കുക എന്ന പോയിന്റിൽ 20-ാം വയസ്സ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. കാരണം വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം, അങ്ങനെയുള്ള പരിപാടി. ഇതൊന്നും നമുക്ക്
ശരീരം അടങ്ങുന്ന പരിപാടി നമുക്ക് നടക്കാത്തുള്ളൂ. ആ കാരണം കൊണ്ട് മാത്രം സ്കൂളിൽ പോകും കോളേജിൽ പോകും ചെയ്തിട്ടുള്ള ഒരാളാണ് 20-ാം വയസ്സ് വരെ. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പല കാര്യത്തിലും ബെറ്റർ ആയിരുന്നില്ല. ഇംഗ്ലീഷിൽ ഞാൻ ബെറ്റർ അല്ല, ഇംഗ്ലീഷ് വായിച്ച് എനിക്ക് മനസ്സിലാകില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 100 പേര് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു 80 പേര് ജയിക്കുകയാണെങ്കിൽ എങ്ങനെയും ഈ 20 പേരെ തോക്കണുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പോകും. അതായത് ഈവൻ തോ ഞാൻ ബെറ്റർ ആയിട്ട് പല കാര്യവും ചെയ്തില്ലെങ്കിലും നമ്മൾ എങ്ങനെയോ ഓരോന്ന് ക്ലിയർ, ഇപ്പോൾ 10 ക്ലിയർ ചെയ്ത് പോകും, +2 ക്ലിയർ ചെയ്ത് പോകും, ഡിഗ്രിയും ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, 20-ാം വയസ്സ് വരെ എനിക്ക് ആ ഒരു പ്രശ്നം, അതായത് നമ്മളൊരു കാര്യം ബെറ്ററായി ചെയ്യില്ലെങ്കിലും നമ്മൾ സേഫായി പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ 20-ാം വയസ്സിന് ശേഷം വന്നത് നമുക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഇഫ് യു വാണ്ട് ടു ബി ബെറ്റർ യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദ ടോപ്പ്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി 100 പേര് കോമ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ലൈഫ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 100 പേരിൽ 10 പേരിൽ ഒരാളായി നമ്മൾ മാറണം. ഓക്കെ, ഈ 90 പേര് റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 90 പേർക്കും റിജക്ഷൻ, ഇപ്പോൾ ഏത് ഫീൽഡ് എടുത്താലും ശരി, ഏത് ഏരിയ ആണെങ്കിലും ശരി, ഈ 90 പേർക്ക് ഏത് എക്സാം എടുത്താലും ശരി. ഓക്കെ, ഇനി എക്സാം എഴുതിയേക്കും ഈ 90 പേര് റിജക്ഷൻ ഫേസ് ചെയ്യും. ഈ 10 പേർക്ക് മാത്രമേ അവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 90 പേരിൽ നിന്ന് ഈ 10 പേർക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതിന് അത്ര ഈസി അല്ല. ഈ 100 പേരിൽ 10 പേരിൽ എത്തിയാൽ മാത്രമേ നമുക്ക് അംഗീകാരമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഞാൻ ആ 20-ാം വയസ്സ് കഴിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിൽ ഞാൻ 100 പേര് കോമ്പീറ്റ് ചെയ്യുന്നതിൽ ഈ 100-ാമനായിരിക്കും ഞാൻ. ഓക്കെ, കാരണം എന്നെക്കാളും ബെറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് എൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നത്. കാരണം എന്നെക്കാളും ബെറ്ററായി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ, എന്നെക്കാളും ബെറ്ററായി പഠിക്കുന്ന വ്യക്തികൾ, എന്നെക്കാളും ബെറ്റർ ലൈഫ് സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഈ 100 പേരിൽ എന്നെ പുഷ് ചെയ്ത് ഇവിടെ എത്തിക്കുക പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. എനിക്ക് ഒന്നാമത് പഠിക്കാൻ അറിയില്ല. ഓക്കെ, എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് പോലും എനിക്കറിയില്ല. അതുവരെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് നിലനിന്ന് പോയത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ പരിപാടി പറ്റുമോ? കാരണം ഇവിടെ എത്ര പേരെ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുള്ളൂ. ആ സമയത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചത് എങ്ങനെ പഠിക്കാം. ഓക്കെ, എങ്ങനെ പഠിക്കാമെന്നാണ് പഠിക്കുക. ഞാൻ പഠിക്കാനല്ല ശ്രമിച്ചത്, എങ്ങനെ പഠിച്ചാലാണ് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഞാൻ ആദ്യം പഠിച്ചത്. എങ്ങനെ പഠിക്കാനേ എനിക്ക് പഠിക്കാൻ അറിയില്ല. ഓക്കെ, എനിക്ക് പഠിക്കാൻ അറിയാം. അത് ഒരുപാട് കാലത്തെ ഇൻവെസ്റ്റ്മെന്റിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ടൈമും എഫേർട്ടിന് ശേഷമാണ് എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് മനസ്സിലാകുക എന്നുള്ള കാര്യം, എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. ഒരുപാട് കാലം, ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന വളരെ കാലത്തിന് ശേഷമാണ് നമുക്കൊരു ഔട്ട്കം. ഇതിപ്പോൾ ഒരു കാര്യത്തിൽ നമ്മുടെ ജേണി ആണെന്നുണ്ടെങ്കിൽ ഈ എൻഡിലാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിക്കുക. അതായത് നമ്മുടെ സക്സസ് എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ എൻഡിലായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇതുവരെ എത്തിക്കുന്ന പരിപാടി വന്നാൽ അത്ര ഈസി ടാസ്ക് അല്ല. ഓക്കെ, ഈ എല്ലാവരും വിചാരിക്കുന്നത് ഈ സാധനത്തിലാണ്, ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ സംസാരിക്കുക. പക്ഷേ ഈ സാധനത്തിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ നമ്മൾ വിടുന്ന കഷ്ടപ്പാട് പറഞ്ഞാൽ അത്ര ഈസി ടാസ്ക് അല്ല. പിന്നെ ഇവിടെ വരെ എത്തിയാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. ചില സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് പോകും, ഇവിടെ നിന്നിട്ട് പോകും, ഇവിടെ നിന്നിട്ട് പോകും, ഇവിടെ നിന്നിട്ട് പോകും, ഇവിടെ നിന്നിട്ട് പോകും. പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നെല്ലാം ഇട്ടിട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ എത്തിക്കുക പറയുമ്പോൾ നോട്ട് ഈസിയസ്റ്റ് ടാസ്ക്. ഈ ഇവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ഔട്ട്കം ഉള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ കൊടുത്ത എഫേർട്ട്, നമ്മുടെ ടൈമൊക്കെ വേസ്റ്റ് ആണ്. ഓക്കെ, വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ യു വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഡയറക്റ്റ് ആയിട്ടുള്ള ആൾ നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതുവരെ എത്തിക്കുക പറയുന്നത് അത്ര ഈസി ടാസ്ക് അല്ല, നന്നായി പണിയെടുക്കേണ്ടി വരും. ഓക്കെ, പീപ്പിൾ തിങ്ക് വെരി ഈസിയർ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഫോർ എക്സാമ്പിൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ CA ചെയ്ത് തുടങ്ങി ചോദിക്കുന്നത്, ഞാൻ പറയും 2030. എപ്പോൾ ക്ലിയർ ചെയ്ത് ചോദിക്കും. ഓക്കെ, ക്ലിയർ 2090 എന്ന് പറയും. ഓക്കെ, അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന ചിന്തിക്കാൻ എങ്ങനെ ചോദിച്ചാൽ 2030 2090 ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന ജേണി. ആക്ച്വലി അതായിരുന്നില്ല എൻ്റെ ജേണി. എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 വർഷം ഇവിടെ തന്നെ ഇങ്ങനെ കടന്ന് തിരിയായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞിരുന്നു, ഇങ്ങനെ അതായത് യാതൊരുവിധ ഇമ്പ്രൂവ്മെന്റും ഇല്ലാതെ യാതൊരുവിധ ഗ്രോത്തും ഇല്ലാതെ ഞാൻ അവിടെ കണ്ടു. പിന്നീട് ലേറ്റർ ഓൺ ഞാൻ എൻ്റെ ഓരോ മിസ്റ്റേക്കുകളായി കറക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതോടെ എനിക്ക് ജേണി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എല്ലാവരും ചിന്തിക്കും ഇതാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആദ്യത്തെ കുറേ വർഷങ്ങൾ ഞാൻ അവിടെ കടന്ന് തിരിയായിരുന്നു. ഓക്കെ, ഇവിടെ കടന്ന് എന്താ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ അവിടെ കടന്ന് തിരിയായിരുന്നു. ഇവിടെ ഒരുപാട് തിരുന്നിട്ടാണ് ഇവിടേക്കുള്ള എൻ്റെ ജേണി എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ എല്ലാം സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഈ സിറ്റുവേഷനിലെല്ലാം ഞാൻ അങ്ങനെ ആർക്കും പറയാൻ പറ്റും ഇല്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് ടാസ്ക്. നമുക്കൊരു ഈസി ആയിട്ട് ടാസ്ക് ആയിരുന്നില്ല. ഇവിടെ നമ്മൾ ഒരുപാട് കടന്ന് തിരിയുണ്ടാവും. ഓരോ തിരിച്ചില്ല നമ്മൾ ചെറിയ നോളജ്, ചെറിയ അറിവോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുഞ്ഞു അറിവ് വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് ക്ഷമ വേണം, പേഷ്യൻസ് വേണം, കോൺഫിഡൻസ് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം. എന്തൊക്കെ സ്കില്ല് വേണം, അത് ഈ ലോകത്ത് എന്തൊക്കെ സ്കില്ലുണ്ടോ ആ സ്കില്ലിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ബെറ്റർ ആയിട്ട് എനിക്ക് മുമ്പ് പേഷ്യൻസ് ഉണ്ടാവില്ല, അതിലോട്ട് വർക്ക് ഓൺ പേഷ്യൻ. എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല, ബുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന നമ്മുടെ എന്തെല്ലാം വീക്ക്നെസ് ഉണ്ടോ എല്ലാ വീക്ക്നെസ്സും ടെസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ വീക്ക്നെസ് എല്ലാം ടെസ്റ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ടാണ് ഇവിടെ എത്തുക. ഓക്കെ,
ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് റെക്കഗ്നീഷൻ ഉള്ളത്. ഇവിടെ നമ്മളിങ്ങനെ തിന്നോണ്ടിരുന്നാൽ ആൾക്കാർ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? കുറെ കൊല്ലമായിട്ട് ഇത് തുടങ്ങിയിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം തന്നെ നമ്മൾ എത്ര വർഷം കേട്ടിട്ടുണ്ടാവും അറിയാം. സോ മെനി ഇയേഴ്സ് നമ്മൾ ഈ തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യണം. അവൻ എന്താ വട്ടാണ്, അവൻ എങ്ങനെയാണ്, ഇത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, ഇങ്ങനെ പലതരത്തിലുള്ള ജഡ്ജ്മെന്റ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇത് അത്ര നല്ല ഫീലിംഗ് അല്ല, ബട്ട് ഐ എം ആൾറെഡി യൂസ്ഡ് ടു. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി ഹാൻഡിൽ ചെയ്യാൻ അതറിയാം. ഓക്കെ, ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ബെറ്റർ ഔട്ട്കം, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സാം വരുന്ന സമയത്ത് എൻ്റെ ആക്ഷൻ എന്നത് ഞാൻ കൊടുക്കുന്ന ആൻസർ ഈ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആൻസറായി മാറുന്ന സമയത്ത് ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റാങ്കറായി മാറാൻ പോകുന്നത്. ഈ ആൻസർ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഞാൻ ഏത് ലൈഫ് സിറ്റുവേഷൻ വരുന്നുള്ള മാറ്റർ അല്ല, ഞാൻ എൻ്റെ കൂടെ ആരുണ്ടെന്നുള്ള മാറ്റർ അല്ല, എൻ്റെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ള മാറ്റർ അല്ല, ഞാൻ ഏത് ജെൻഡർ ആണെന്നുള്ള മാറ്റർ അല്ല, എൻ്റെ ഫാമിലി സപ്പോർട്ട് എൻ്റെ മാറ്റർ അല്ല, ഞാൻ ജീവി ചെയ്യുന്ന എൻവയോൺമെന്റ് എൻ്റെ മാറ്റർ അല്ല, ഞാൻ എവിടെ നിന്ന് വന്നുള്ളത് മാറ്റർ അല്ല. വെദർ എൻ്റെ ആൻസർ ഈ കോമ്പറ്റീഷനിലുള്ള എല്ലാ വ്യക്തികളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൻസർ ആണോ, ഇത് മാത്രം. ഈ ആൻസർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളാണ് ടോപ്പസ്റ്റ്. നിങ്ങളാണ് ടോപ്പസ്റ്റ് എന്താണ്, നിങ്ങളാണ് ഡിസൈഡർ. ഓക്കെ.